നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും ചർച്ചാ വിഷയം ജനപ്രിയ നായകൻ ദിലീപിൻ്റെ സിനിമകൾക്ക് OTTക്ക് പോലും വേണ്ടേ എന്നുള്ള ചോദ്യമാണ്. സാധാരണ രീതിയിൽ ദിലീപ് സിനിമകൾക്ക് ഒരു തിയേറ്ററിൽ ദിലീപ് സിനിമ ഇറങ്ങുകയാണെങ്കിൽ കിട്ടുന്ന ഏറ്റവും വലിയ ജനപിന്തുണ തന്നെയാണ് ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ദിലീപ് ആ പൊസിഷനിലേക്ക് വരാൻ തന്നെ കാരണം. ഒരു ദിലീപ് സിനിമ തിയേറ്ററിൽ ഇറങ്ങിയാലാണ് ആ ഒരു തിയേറ്ററുകാർക്ക് വരെ ആ ഒരു തിയേറ്ററിൻ്റെ അത്യാവശ്യം റിനോവേഷനും സീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ, അതായത് എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ വരെ ഒരു ദിലീപ് സിനിമ വരണം എന്നുള്ളതാണ് സാധാരണ രീതിയിൽ പറഞ്ഞു കേൾവി. അപ്പോൾ ഒരു വെക്കേഷൻ ടൈം ആയാലും ഒരു ഫാമിലി തിയേറ്ററിലേക്ക് കയറണമെന്നുണ്ടെങ്കിലും ദിലീപിൻ്റെ സിനിമകൾ വേണം സിനിമാ തിയേറ്ററിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ അടുത്തായിട്ട് ജനപ്രിയ നായകൻ എന്ന് പറയുന്ന പദവി തന്നെ ദിലീപിന് കുറച്ചായിട്ട് നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നലുകളാണ് ഇപ്പോൾ പലവിടെയും വരുന്നത്. അതിന് കാരണം അദ്ദേഹത്തിന് വന്നിട്ടുള്ള ആ കേസും അതിനെ പറ്റിയിട്ടുള്ള ഇഷ്യൂസൊക്കെ ജനപ്രിയ നായകൻ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് ബാധിച്ചിരിക്കുകയാണ്. എങ്കിൽ ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ദിലീപിൻ്റെ സിനിമകൾ ഇപ്പോഴും തിയേറ്ററിൽ വരുമ്പോൾ സിനിമയ്ക്ക് ആൾക്കാരൊന്നും കുറവില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു രാമലീല എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ വന്നപ്പോൾ. കാരണം ആ ഒരു സിനിമ ഇറങ്ങിയത് ദിലീപിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആ ഒരു കേസും കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ്. ദിലീപ് ജയിലിൽ നിന്നും ഇറങ്ങിയിട്ടുള്ള ആ ഒരു ടൈമിലാണ് രാമലീല എന്ന് പറയുന്ന ആ ഒരു സിനിമ വന്നത്. സൂപ്പർ ഹിറ്റായിട്ട് സിനിമ തിയേറ്ററുകളിൽ ഓടുകയും അതുപോലെ തന്നെ അത്രമാത്രം വലിയൊരു കളക്ഷൻ ആ ഒരു സിനിമയ്ക്ക് ലഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് രാമലീല. അതിനുശേഷം ദിലീപിന് വന്നിട്ടുള്ള കുറച്ച് സിനിമകൾ കുറച്ച് ഫ്ലോപ്പ് തന്നെയായിരുന്നു. അത് ദിലീപിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമൊന്നുമല്ല, സിനിമയിലുണ്ടായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ തന്നെയായിരുന്നു, ആ ഒരു കുറവുകൾ തന്നെയായിരുന്നു. അപ്പോൾ നല്ല സിനിമകൾ കിട്ടിയാൽ ദിലീപിന് ഇപ്പോഴും തിയേറ്ററുകൾ കയ്യിലെടുക്കാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ദാരിദ്ര്യ കുടുംബത്തിൽ നിന്നും വന്നിട്ടുള്ള ഒരാളാണ് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി. മിമിക്രിയിൽ വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് സിനിമയിലേക്ക് വന്നത്. അങ്ങനെ സംവിധായകൻ കമൽ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വന്ന് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ദിലീപ്. പിന്നീട് അദ്ദേഹം ചെറിയ ചെറിയ റോളുകൾ ചെയ്തുകൊണ്ട് നായക സ്ഥാനത്തേക്ക് വന്ന് ഇന്ന് മമ്മൂട്ടിയും മോഹൻലാലും നിൽക്കുമ്പോൾ ഒപ്പം തന്നെ ദിലീപിൻ്റെ സിനിമകളും തിയേറ്ററുകളിൽ ഇറങ്ങുന്ന ഒരു അവസരം വരെ, ഒപ്പം നിൽക്കുന്ന സിനിമകൾ വരെ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകളുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ദിലീപ് സിനിമകൾ ഇപ്പോൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ ദിലീപ് സിനിമകൾ OTT എന്ന് പറയുന്ന ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് ദിലീപ് സിനിമകൾ വേണ്ടേ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംസാരം. ഈ OTTക്ക് എന്നാ വന്നത്? ഈ അടുത്തല്ലേ OTT ഒക്കെ വന്നത്? അതുവരയ്ക്കും ഈ സിനിമാ തിയേറ്ററുകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ദിലീപ് സിനിമ OTTയിലേക്ക് വന്നില്ലേ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മൊബൈലിലേക്ക് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിലേക്ക് ഈ ഒരു സിനിമ വന്നില്ലേ എന്ന് പറയുമ്പോൾ അത്രമാത്രം അതിശയിക്കാനൊന്നുമില്ല. കാരണം OTT പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ട് സിനിമകൾക്കൊരു നേട്ടമില്ല. ആകെ കൂടി അതിൻ്റെ ബിസിനസ്സിൽ മാത്രമേ കുറച്ച് കളക്ഷൻസിൽ വ്യത്യാസങ്ങൾ വരുള്ളൂ. അപ്പോൾ എപ്പോഴും സിനിമയുടെ ഒരു കളക്ഷൻ റിപ്പോർട്ടും സിനിമയുടെ ഒരു ലാഭം കൂടുതലായിട്ട് കണക്കാക്കുന്നത് സിനിമാ തിയേറ്ററുകളിൽ നിന്നാണ്. അതാണ് OTT എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. അങ്ങനെ ഇരിക്കുന്ന ഈ OTTയിലേക്ക് ദിലീപ് സിനിമകൾ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇറങ്ങിയിട്ടുള്ള ബാന്ദ്ര മുതൽ തങ്കമണി, പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ വരെ OTTയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു സംസാരം. നമുക്കറിയാം 2023 റിലീസായിട്ടുള്ള സിനിമയാണ് ദിലീപിൻ്റെ ബാന്ദ്ര എന്ന് പറയുന്ന സിനിമ. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ അല്ലെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ദിലീപ് മലയാള സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ബാന്ദ്ര എന്ന് പറയുന്ന സിനിമയിൽ ഇതുവരെയും ദിലീപ് ചെയ്യാത്ത ഒരു പ്രത്യേകതരം ക്യാരക്ടർ തന്നെയായിരുന്നു ദിലീപ് ബാന്ദ്ര എന്ന് പറയുന്ന സിനിമയിൽ ഒരുക്കി വെച്ചത്. ഒരു പ്രത്യേക ഗെറ്റപ്പിലായിരുന്നു ദിലീപ് ഇതുവരെയും കാണാത്ത ഒരു സ്റ്റൈലിഷ് ലുക്കിൽ തന്നെ, ഒരു ഡോൺ എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു സിനിമയുടെ ഒരു ട്രെയിലറും പോസ്റ്ററുകളൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. അങ്ങനെ തിയേറ്ററിൽ വന്ന ബാന്ദ്ര എന്ന് പറയുന്ന സിനിമ 35 കോടി രൂപ കളക്ഷനിലാണ് ആ ഒരു സിനിമ നിർമ്മിച്ചത്. പക്ഷേ ആ ഒരു സിനിമ അത്രമാത്രം നല്ലൊരു അഭിപ്രായം തിയേറ്ററിൽ നിന്നും ലഭിക്കാതെ പോയി. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയ്ക്ക് കളക്ഷനിലും വലിയൊരു ഇടിവ് തന്നെ സംഭവിച്ചു. അതിനുശേഷം വന്നിട്ടുള്ള സിനിമയാണ് തങ്കമണി എന്ന് പറയുന്ന സിനിമ. ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ പഴയ കാലത്ത് സംഭവിച്ചിട്ടുള്ള ഒരു കഥയെ എടുത്തിട്ട് അതിനൊരു സിനിമയാക്കി ചിത്രീകരിച്ചിട്ടുള്ളതാണ് തങ്കമണി എന്ന് പറയുന്ന സിനിമ. സാധാരണ രീതിയിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ചെറുപ്പം പിള്ളേർക്ക് അല്ലെങ്കിൽ പുതിയ ജനറേഷന് പഴയ സിനിമകൾ ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത മാനസിക അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു പഴയ കാലഘട്ടം എടുത്തു കാണിച്ച് പുതിയൊരു സിനിമയെ ചിത്രീകരിച്ചപ്പോൾ അതും അഭിപ്രായത്തിൽ തള്ളിപ്പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ തങ്കമണി എന്ന് പറയുന്ന സിനിമയും 30 കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ആ ഒരു സിനിമയും ഫ്ലോപ്പായി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ആ ഒരു സിനിമയ്ക്കും തിയേറ്ററിൽ നിന്നും വലിയൊരു കളക്ഷനൊന്നും നേടിയെടുക്കാൻ സാധിച്ചില്ല. നല്ലൊരു അഭിപ്രായം ആ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ അത്രമാത്രം സാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ തങ്കമണി എന്ന് പറയുന്ന സിനിമ നല്ലൊരു സിനിമയാണ്. മികച്ചൊരു അഭിനയം വരെ ദിലീപ് കാഴ്ചവെച്ചുള്ള ഒരു സിനിമയാണ്. അപ്പോൾ റിയാലിറ്റി ആയ സിനിമകൾ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് സിനിമകളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാവുന്ന ഏറ്റവും വലിയൊരു കാര്യം. കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൂട്ടി കാണിക്കുന്ന സിനിമകളാണ് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടം എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനുശേഷമാണ് പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ദിലീപിൻ്റെ ഏറ്റവും പുതിയ സിനിമ റിലീസായത്. സിനിമയെ തകർക്കാൻ ഒരുപാട് പേര് ഡീഗ്രേഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചെങ്കിലും കൂടിയിട്ട് ആ ഒരു സിനിമ വെക്കേഷൻ ടൈമിൽ ഇറങ്ങിയതുകൊണ്ട് നല്ല രീതിയിൽ ഫാമിലി കയറുകയും തിയേറ്ററുകളിൽ നിന്നും ആ ഒരു സിനിമ എടുത്തു പോവുകയും വീണ്ടും അതേ തിയേറ്ററുകളിലേക്ക് കൂടുതലായിട്ട് സിനിമ ആഡ് ചെയ്യുന്ന ഒരു കാഴ്ചയും കൂടിയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ദിലീപ് സിനിമകൾക്ക് ഇപ്പോഴും ഫാമിലി സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് പവി കെയർ ടേക്കർ ഈ ലാസ്റ്റ് ആയിട്ടുള്ള ദിലീപിൻ്റെ സിനിമയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. 24 ദിവസം തിയേറ്ററുകളിൽ ഓടിയിട്ടുള്ള ആ ഒരു സിനിമയ്ക്ക് 8 കോടി രൂപയോളം ബഡ്ജറ്റ് വേണ്ടി വന്നു നിർമ്മിക്കാൻ. എങ്കിലും കൂടിയിട്ട് നല്ലൊരു കളക്ഷനും ആ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ദിലീപിന് അടുത്ത സിനിമകൾ അണിയറയിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മികച്ച സിനിമകൾ ഇനിയും തിയേറ്ററിലേക്ക് വരും. അതുവരേക്കും നമുക്ക് കാത്തിരിക്കാം. ദിലീപ് സിനിമകൾ OTTയിൽ റിലീസായില്ല എങ്കിലും കൂടിയിട്ട് ദിലീപ് സിനിമകൾ ഇപ്പോഴും തിയേറ്ററിൽ ഇറങ്ങിയാൽ ഹൗസ്ഫുള്ളായി ഓടാൻ എല്ലാത്തിനും ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ദിലീപിൻ്റെ നല്ലൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് കാത്തിരുന്നുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഈ അടുത്തിറങ്ങിയിട്ടുള്ള ദിലീപ് സിനിമകൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.